ആയിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ അപ്പം ചുട്ട് തുടങ്ങുക. അതിനായിട്ട് ഇതാ ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നോൺ സ്റ്റിക്കിൻ്റെ പാനാണ് കേട്ടോ. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഉണ്ണിയപ്പം തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു പാനും കൂടിയാണ്. ഇതിലോട്ട് നമുക്ക് നന്നായിട്ട് ഫില്ല് ചെയ്യുന്ന രീതിയിൽ തന്നെ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. സൺഫ്ലവർ ഓയിലാണ് ഒഴിക്കാറുള്ളത്. നമ്മൾ ഈ ഒരു 1.5 കപ്പ് അരി വെച്ചിട്ട് ഈ ഒരു അപ്പം തയ്യാറാക്കി എടുക്കാൻ ഈ ഒരു ഓയിൽ മാത്രം ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ കേട്ടോ. ഇനി നമ്മൾ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നില്ല. ഇത്ര ഓയിൽ വെച്ചിട്ട് തന്നെയാണ് നമ്മൾ ഈ ഒരു മൊത്തം അപ്പവും ചുട്ടെടുക്കുന്നത്. അപ്പോൾ അതാ നമ്മൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മുടെ എണ്ണ ചൂടാക്കിയിട്ട് മാവ് ഒഴിച്ചു കൊടുക്കാൻ. എന്നിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ഇതേപോലെ പൊങ്ങി വന്നതിന് ശേഷം ഒന്ന് തിരിച്ചിട്ടിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കൊന്ന് കളർ ചേഞ്ച് ആക്കിയിട്ട് എടുക്കാം. അപ്പോഴേക്കും ഉൾവശമൊക്കെ നന്നായിട്ട് കുക്കായിട്ട് വന്നോളും. എന്നിട്ട് ചെറുതായിട്ട് കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയിട്ട് വരുമ്പോൾ തിരിച്ചിട്ടിട്ട് 2 സൈഡും നല്ലൊരു ഗോൾഡൻ കളറാകുമ്പം നമുക്ക് ഈ ഒരു എണ്ണയിൽ നിന്നും എടുത്തു മാറ്റാം. നേരെ എടുത്തു മാറ്റുമ്പോൾ ഇതേപോലെ ഒരു സ്ട്രെയിനറിലോട്ട് മാറ്റുക കേട്ടോ. അതിനുശേഷം നല്ല വൃത്തിയുള്ളൊരു പേപ്പറിലോട്ട് മാറ്റുക. അങ്ങനെ